ഒരു ഫാമിലി എന്റർടൈൻമെന്റിന് പറ്റിയൊരു പടമാണ്. ഇന്നത്തെ ഇടി കുത്തൊന്നുമില്ലെങ്കിൽ കൂടിയിട്ട് നല്ല ചിരിച്ച് രസിച്ച് പോകാൻ പറ്റിയ ഒരു സിനിമയാണ്. ഫസ്റ്റ് ഹാഫിനേക്കാൾ സെക്കൻഡ് ഹാഫാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. സിനിമ സൂപ്പറായിട്ടുണ്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല കോമഡി ഷോ ആണ്. ഒരു എല്ലാ ഫാമിലി എന്റർടൈൻമെന്റിനും പറ്റിയ നല്ല പടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സൈജു കുറുപ്പ് സൂപ്പർ. സൈജു കുറുപ്പതിലല്ല ഓരോരുത്തരും നല്ല സൂപ്പറായിട്ടുണ്ട്. സൈജു കുറുപ്പ് നന്നായിട്ടുണ്ട്, മറ്റേ കലാരഞ്ജനി നന്നായിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ ആദ്യത്തെ ഷോ ഒന്ന് കാണാനും പറ്റി. സിനിമ നല്ല സൂപ്പറായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നല്ല അഭിപ്രായമാണ് എനിക്കുള്ളത്. ഒരു ഫാമിലി എന്റർടൈൻമെന്റിന് പറ്റിയൊരു പടമാണ്. ഇന്നത്തെ ഇടി കുത്തൊന്നുമില്ലെങ്കിൽ കൂടിയിട്ട് നല്ല ചിരിച്ച് രസിച്ച് പോകാൻ പറ്റിയ ഒരു സിനിമയാണ്. നല്ല സിനിമയായിരുന്നു. ഫസ്റ്റ് ഹാഫിനേക്കാൾ സെക്കൻഡ് ഹാഫാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഭയങ്കര ടെസ്റ്റായിരുന്നു. ഓ സൂപ്പറായിരുന്നു, പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. കുറച്ചല്ലെങ്കിലും ഭയങ്കര രസം. അല്ല കോമഡി അല്ല, ഒരു ത്രില്ലിംഗ് പടമാണ്. ഭയങ്കര നമ്മൾ എന്താന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിൽ ആഗ്രഹിക്കുന്നു. പടം ഭരതനാട്യം അത് ഒരു ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനർ അങ്ങനെ ഫീൽ ചെയ്തത്. എന്തായാലും ഒരു കോമഡി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കും. അതായത് ഫാമിലിക്ക് അറിയാവുന്ന, ധൈര്യമായിട്ട് ഫാമിലിക്ക് അറിയാവുന്ന ഒരു പടം. അതായത് യാതൊരു തരത്തിലുള്ള ഒരു ലാഗ് ഓഫ് ഓൾറെഡി എനിക്ക് തോന്നിയില്ല. പിന്നെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ സൈജു കുറുപ്പ് അഭിനയിച്ച എല്ലാവരും പേര് ഞാൻ എടുത്തു പറയില്ല, കാരണം പേര് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും കൊള്ളാം. ഇതിൽ ടിൻസായിട്ട് അഭിനയിച്ച അവർ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. ഫാമിലി ഓഡിയൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളിയാണ്. പെർഫോമൻസ് സൈജോട്ടം ഉണ്ട്. പിന്നെ പുതിയ 2 പയ്യന്മാരുണ്ട് ടിൻസായിട്ട്. നമ്മൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്.